അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് ചാനൽ നിർത്തിപ്പോയി എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ചർച്ചയായ ഈ കാശ്മീരിലെ ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട എൻ്റെ കാഴ്ചപ്പാടുമാണ് പറയാനുള്ളത്. പണ്ട് ഒരു രാഷ്ട്രമീമാംസയിൽ ഒരു ചൊല്ലുണ്ട്. അതായത് രാജ്യത്തെ ജനങ്ങൾ ഒരു പ്രക്ഷോഭാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിർത്തിയിൽ യുദ്ധമുണ്ടാകും എന്നാണ് അതിൻ്റെ ചുരുക്കം. എന്നുവെച്ചാൽ രാജ്യത്തെ ജനങ്ങൾ ഭരണാധികാരികളോട് വെറുപ്പ് കാണിച്ച് തുടങ്ങുമ്പോൾ ഭരണാധികാരികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം അതിർത്തിയിൽ, അതായത് മറ്റൊരു രാജ്യവുമായി യുദ്ധമുണ്ടാക്കുക എന്നതാണ്. ഇതിന് നിരവധിയായ ഉദാഹരണങ്ങൾ മുമ്പ് കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും നിലവിലുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ഫലസ്തീനി അധിനിവേശവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഇത്രയും ബന്ദികളെ അവിടെ ഇങ്ങനെ ഹമാസുകാരുടെ തടവിലായിട്ടും അത് തിരിച്ചു വാങ്ങാതെ ഇപ്പോഴും അവരിങ്ങനെ തലങ്ങും ബലങ്ങും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഒരുപാട് വഞ്ചനാ കേസുകളും അഴിമതി കേസുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഓരോ സമയത്ത് വിചാരണയ്ക്ക് വരുന്നതിൻ്റെ തലേന്നാണ് അയാൾ പോയിട്ട് ഇവിടെ ഫലസ്തീനിൽ പോയിട്ട് ബോംബിടുക. കാരണം എന്താ? യുദ്ധം നടക്കുകൊണ്ട് എനിക്ക് കേസിന് ഹാജരാകാൻ പറ്റൂല. യുദ്ധം എങ്ങാനും തീർന്നു പോയാൽ അയാൾ വിചാരണ നേരിടും, ജയിലിലും പോകേണ്ടി വരും. ആ ഒരു കണ്ടീഷനിലുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകേണ്ടത് അയാളുടെ അത്യാവശ്യമാണ്. ഇനി നമ്മളെ നാട്ടിലേക്ക് വരാം. അതായത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന 2014 മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഈ മോഡി തന്നെ നിരവധിയായ തവണ പ്രസംഗിച്ചിട്ടുണ്ട്. എന്ത്? രാജ്യത്ത് പല സ്ഥലത്തും കലാപങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ ഉൾപ്പെടെയുള്ളവരെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ, നിങ്ങളടുത്ത് പട്ടാളമില്ലേ? എന്താ, നിങ്ങൾക്ക് ഇതിൻ്റെ സംരക്ഷണം ഒരുക്കാൻ കഴിയില്ലേ? എന്താ, വിജിലൻസ് നിങ്ങളുടെ അടുത്തല്ലേ? നിങ്ങൾക്ക് മുൻകൂട്ടി റിപ്പോർട്ട് കിട്ടുന്നില്ലേ എന്ന ചോദ്യം, നമ്മുടെ നരേന്ദ്രമോദിയുടെ ചോദ്യം തന്നെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ കോൺഗ്രസിനെയോ അല്ലാണ്ട് ഇടതുവശത്തെയോ അല്ല. ഓരോ കാലത്തിലും ഞാൻ നിലപാടെടുത്തത് BJP നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ഞാനിപ്പോൾ അത് വിശ്വസിക്കുന്നതും അന്നത്തെ BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ മെഷീൻ തട്ടിപ്പാണ്, ഇതിൽ അഴിമതി നടത്താൻ പറ്റും, ഇത് ജനാധിപത്യത്തെ കൊല്ലലാണെന്ന് അഡ്വാനിയും ഈ പറഞ്ഞ മോഡി പോലെയുള്ളവർ പറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു സാധനം അവരുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ എന്ത് ചെയ്യുക, അപകടങ്ങൾ വരുത്തി തീർക്കാൻ പറ്റുമല്ലോ. കോൺഗ്രസ്സുകാരൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷേ അതിൽ അപകടങ്ങൾ വരുത്തിക്കൂട്ടി ഇപ്പം രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കുന്നു. ഇനി ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്, അതായത് 2019 തെരഞ്ഞെടുപ്പിന് മോഡി ഏകദേശം തോറ്റു പോകും എന്നുള്ള രൂപത്തിലേക്ക് വന്നപ്പോൾ അന്നുണ്ടാക്കിയൊരു സംഭവം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പുൽവാമ. ഏതോ കാട്ടിൽ പോയിട്ട് ഏതോ കഴുകനെ വിട്ടിട്ട് കുറേ ആൾക്കാർ മരിച്ചു കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുൽവാമയിലെ പട്ടാളത്തിൻ്റെ മരണത്തിന് തിരിച്ചടി കൊടുത്തു, ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും എന്നുള്ള ഒരു ഡിവൈഡിങ് ഉണ്ടാക്കിയ ചരിത്രം
ഇവരുടെ കയ്യിൽ നമുക്ക് ഓർമ്മയുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും വലിയ അപകടം കാണേണ്ടത് 2002 ഗോദ്ര കലാപം. ഈ അടുത്ത് എമ്പുര സിനിമ ഇറങ്ങിയപ്പോൾ ഇവർക്ക് പൊള്ളൽ കണ്ടല്ലോ നമ്മൾ. അന്ന് പറഞ്ഞതേ ഗോദ്രയിലൊരു തീവണ്ടി കത്തിച്ചു. ആര് കത്തിച്ചു? മുസ്ലിങ്ങൾ കത്തിച്ചു. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഗുജറാത്തിൽ 19,000-ത്തിലധികം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തത്. ആര്? ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമനും അയാളുടെ കൂടെയുള്ള ഹാമാനായ ഈ അമിത്ഷായും നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് അന്ന് ഗോദ്ര പിന്നീട് എന്ത് ചെയ്തു? അന്വേഷണം നടത്തിയൊരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. ട്രെയിനിൻ്റെ പുറത്തുനിന്ന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചല്ല, ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തീ പടർന്നെയാണ്. അതുകൊണ്ട് ഗോദ്രയിലെ മുസ്ലിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ എന്ത് ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞു. എന്ത് ചെയ്ത്? ആ ഒരു അടിസ്ഥാനത്തിൽ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇതേ നരേന്ദ്രമോദി പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ പട്ടിയോ പൂച്ചയൊക്കെ വന്നിട്ട് വീണിട്ട് ചത്താൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അതുപോലൊരു വിഷമം തോന്നുന്നു. ഇതും അതേപോലെയുള്ള ഒന്നല്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. രാജ്യത്തിന് നേരെയുണ്ടായ അക്രമം, രാജ്യത്തിന് നേരെ ഒരു അക്രമം നടന്നാൽ അത് രാജ്യത്തുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാൻ്റെ ഭാഗമായി കരുതേണ്ടവരാണ്. ഇവിടെ ഏറ്റവും പ്രധാന വിഷയം, ആ ഭീകരവാദികൾ, അക്രമികൾ അവിടെയുള്ള ജനങ്ങളെ വെടിവെക്കുമ്പോൾ കലിമ ചെല്ലാൻ പറഞ്ഞു. ഈ കലിമ ചെല്ലാൻ പറഞ്ഞു. അത് ചെല്ലാത്തവരെ വെടിവെച്ചു. അപ്പോൾ അത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കണം. ഇവിടെ വലിയൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുസ്ലിങ്ങളും ഈ സംഘികളും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് 2 സ്ത്രീകൾ തമ്മിൽ ഒരു കുഞ്ഞിനെ ചൊല്ലി തർക്കമുണ്ടായി. എന്താ തർക്കം? അതായത് ഈ കുട്ടി എൻ്റെയാണെന്ന് ഒരു സ്ത്രീ പറയുന്നു, മറ്റേ സ്ത്രീ പറയുന്നു എൻ്റെയാണ്. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് തർക്കമെത്തി. രാജാവാണല്ലോ. സുലൈമാൻ നബി കുട്ടീനെ പിടിച്ചിട്ട് 2 കൈയും കാലും കെട്ടി ഒരു മേശപ്പുറത്ത് കിടത്തി വാളിങ് ഊരിയിട്ട് പറഞ്ഞു, ഞാൻ കാര്യം നിങ്ങൾക്ക് ഇപ്പം തീരുമാനമാക്കി തരാം. ഈ കുട്ടീനെ ഞാൻ നടുവ് മുറിക്കാൻ പോവുകയാണ്. പകുതി നീ എടുത്തോ, പകുതി നീ എടുത്തോ, നിങ്ങളെ പ്രശ്നം കഴിയുമല്ലോ. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, സുലൈമാൻ നബിയെ അങ്ങനെ ചെയ്യരുത്, അവൾക്ക് കൊടുത്തേക്ക്, എൻ്റെ മോനാ, അവൻ ജീവനോടെ എനിക്ക് കാണുമെങ്കിലും ചെയ്യാലോ, അവൻ നിങ്ങൾ കൊന്നു കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് തന്നെ, ആ പറഞ്ഞ സ്ത്രീക്ക് സുലൈമാൻ നബിക്ക് മനസ്സിലായി ആ സ്ത്രീയാണ് കുട്ടിയുടെ ഉമ്മ എന്ന്. മറ്റേ സ്ത്രീ ഭയങ്കര സന്തോഷവും, എനിക്ക് പകുതി കിട്ടിയാലും മതി എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഘികളുടെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും അവസ്ഥ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ കഠിനാധ്വാനം ചെയ്ത് രക്തമൊഴുക്കി സ്വാതന്ത്ര്യം നേടിയ ഈ രാജ്യം, ഇത് ഇതേപടി നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം. നമുക്കത് എന്താ പറയുക, നമ്മുടെ അധ്വാന ഫലമായ നമ്മുടെ മുതലായ കൊണ്ട് നമുക്കത് നിലനിൽക്കണം. അതേസമയം ഈ സംഘികൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ നക്കാപ്പിച്ചയും കൊണ്ട് അതും പേടിച്ച് തിന്ന് നാം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയവരായതുകൊണ്ട് ഇവർക്ക് ഈ രാജ്യം എന്തായാലും വേണ്ടിയില്ല, അവർക്ക് അധികാരം കിട്ടിയാൽ മതി. കുട്ടീനെ പകുതി കിട്ടിയാലും ഇവർക്ക് സന്തോഷമാണ്. പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾക്കോ ഈ രാജ്യം നമ്മുടെ വെല്ലിപ്പാറ് ചോര ഒഴുക്കിയത് കൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ഭീകരവാദം നടത്താൻ പറ്റൂല. ഇനി കലിമ ചൊല്ലിച്ചുകൊണ്ട് ഭീകരവാദം നടത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കണം. എന്ത്? അടുത്ത കാലത്ത് നടന്ന ഭീകര ആക്രമണങ്ങൾ, കാശ്മീരിൽ നിന്നൊരു DYSPനെ പിടിച്ചു, ടണ്ണ് കണക്കിന് സ്ഫോടക വസ്തുക്കളും കൊണ്ട്. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? ഇപ്പം നമുക്കറിയാം, വഖഫ് നിയമം പാസ്സാക്കിയ സുപ്രീം കോടതിയിലെത്തി. കേന്ദ്ര ഗവൺമെൻറ് ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനശ്രദ്ധ തിരിക്കണം. ആർക്കാവശ്യം? അതേപോലെ തന്നെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് BJPയെ സഹായിക്കുന്ന
നിതീഷ് കുമാറിൻ്റെ പാർട്ടി, ചന്ദ്രബാബുവിൻ്റെ പാർട്ടി, ഇവരൊക്കെയുള്ള മുസ്ലിങ്ങൾ ഭയങ്കര എതിർപ്പായി. അപ്പോൾ എന്ത് ചെയ്ത് അവരെല്ലാം പാർട്ടി വിടാൻ തീരുമാനിച്ചു. പല നേതാക്കന്മാരും പാർട്ടി വിട്ട് പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടത് ആർക്കാ? നമ്മൾ ചിന്തിക്കണം. പിന്നെ കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് ആളുകൾ പോയാൽ മാത്രമേ ആ പാവങ്ങൾക്ക് വരുമാനം ഉണ്ടാവുള്ളൂ, ജീവിതം ഉണ്ടാവുള്ളൂ. അവിടെ ഫ്രൂട്ട്സ് വിറ്റും അതുപോലെ കുതിരസവാരി നടത്തിച്ചും അങ്ങനെയാണല്ലോ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും നടക്കുന്നത്. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഈ ഭീകരവാദിയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒന്നൊന്നും വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്നെങ്കിലും ഈ സംഘികൾ തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.